ലോക ക്രിക്കറ്റിൽ കേരളത്തിന്റെ പേര് വാനോളം ഉയർത്തിയ താരം. ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ആദ്യ മലയാളി. ടെസ്റ്റ് ക്രിക്കറ്റിൽ മൊഹാലിയിൽ ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടി ഈ 6 അടി 4 ഇഞ്ചുകാരൻ. ഇംഗ്ലീഷ് പടയിലെ ഓപ്പണർമാരെ ആദ്യ മത്സരത്തിൽ തന്നെ പുറത്താക്കി വിസ്മയം സൃഷ്ടിച്ചു ടിനു യോഹന്നാൻ. കേരളത്തിൻ്റെ രക്തത്തിൽ ക്രിക്കറ്റ് കലരേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ കേരളത്തിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് വരുന്നത് ക്രിക്കറ്റിന് വേണ്ടിയിട്ട്. അത്ലറ്റിക്സിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അകത്തുള്ള ഒരു സ്പോർട്ടാണ് അത്ലറ്റിക്സ്. ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ ഫുട്ബോളും കേരളത്തിൽ അലിഞ്ഞ് നടക്കുന്ന ഒരു സ്പോർട്ടാണ് വോളിബോൾ. അത് പക്ഷേ ക്രിക്കറ്റിനെ പറ്റി സംബന്ധിച്ചാൽ ക്രിക്കറ്റ് അതുപോലെ ആയിട്ടില്ല. നമ്മളെല്ലാവരും കൂടെ ഏറ്റെടുത്തൊരു കളിയല്ല ക്രിക്കറ്റ്. കാണുന്നവർ ഒരുപാടുണ്ട്, പക്ഷേ ക്രിക്കറ്റിന് എല്ലാവരും കളിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരും കളിക്കുന്നില്ല. അങ്ങനെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന സാഹചര്യവും സന്ദർഭമുള്ളൊരു കളിയായി മാറുകയാണെങ്കിൽ ഒരുപാട് ടാലൻസ് ക്രിക്കറ്റിനും വരും. തീർച്ചയായിട്ടും ടാലൻസ് ഒരിക്കലും കുറവാണല്ലോ. പ്രതിഭയ്ക്ക് കുറവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പ്രതിഭ ഉണ്ട്, പക്ഷേ എവിടെയോ നഷ്ടപ്പെട്ടു പോവുകയാണ് ഹയർ ലെവൽ. ഒരുപാട് സഞ്ജു സാംസൺമാർ കേരളത്തിലുണ്ട്, ഒരുപാട് ശ്രീശാന്ത് കേരളത്തിലുണ്ട്. അവരെല്ലാം വരണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള എൻവയറമെൻറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ്. വളരെയധികം പ്രതീക്ഷയും പ്രചോദനവും തരുന്ന ഒരു സംരംഭമാണ് ISSK കേരളത്തിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു കേരളം പോലൊരു സംസ്ഥാനമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇതുപോലൊരു സ്പോർട്സ് എക്സിബിഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം. എന്ന് വെച്ചാൽ നമുക്ക് ചരിത്രം, സ്പോർട്സിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിനെ പോലെ ഒരു റിച്ച് ചരിത്രമുള്ള സ്ഥലം വേറെയില്ല. അതേ സംബന്ധിച്ച് ടാലൻറ്റ്, സ്പോർട്ടിംഗ് ടാലൻറ്റ്, സ്പോർട്ടിംഗ് കൾച്ചറുള്ള മറ്റൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് കേരളത്തിലെ വളരെ വലിയ ഒരു കാര്യമാണ് ISSK സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ആ ഒരു 3 ദിവസം കേരളത്തിൻ്റെ സ്പോർട്സ് മാപ്പ് തന്നെ മാറ്റാൻ ശക്തിയുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഓൾറെഡി KCA കുറേ ടൂർണമെൻറ്റ്സ് നടത്തുന്നുണ്ട്. 3 T20 ടൂർണമെൻറ്റ്സ് നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പം ഒരു കേരള പ്രീമിയർ ലീഗ് പോലെ TNPL പോലത്തെ ഒരു ലീഗ് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് താനും. അത് അടുത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ കേരളത്തിൽ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഓൾറെഡി KCA 13-16 ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട്. നമുക്ക് ഇനി വേണ്ടത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് ആണ് വേണ്ടത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ ഓർഗനൈസേഷനുകളുടെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഗ്രൗണ്ടുകളൊക്കെ അവൈൽ ചെയ്ത് കിട്ടേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് കളിക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഹയർ ലെവൽ കളി മാത്രമല്ല, താഴെ നിലയിലും കളികൾ നല്ല ഗ്രൗണ്ട്സിലും നല്ല പിച്ചസിലും നടക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് കളി പഠിക്കുന്നത്, കളി നമുക്ക് വളർത്താൻ കഴിയുന്നത്. ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉള്ളത് കൊണ്ട് നമ്മൾ ഗ്രീൻഫീൽഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ടായിരുന്നു കലൂർ. അവിടെ ഇപ്പോൾ ഫുട്ബോളാണ് നടക്കുന്നത്. പക്ഷേ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റേഡിയം, ക്രിക്കറ്റിന് സ്വന്തമായിട്ടുള്ളൊരു സ്റ്റേഡിയം അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നേരത്തെ വരേണ്ട ഒരു സെഞ്ചുറിയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജുവിന് ഇനി അവസരങ്ങൾ വരും. T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്, അവിടെയും അവസരങ്ങൾ തുറന്നു കിട്ടേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമല്ല ഇനി ഇന്ത്യൻ ടീമിൽ ആ ഒരു ബാറ്റിംഗ് നിരയിൽ സ്ഥാനം കാണുക എന്നുള്ളത്. പക്ഷേ എന്തായിരുന്നാലും അവസരങ്ങളുണ്ട്. ഇനിയും വരുന്ന അവസരങ്ങളും സഞ്ജു ഈ ഒരു കൺസിസ്റ്റൻസി കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു T20 വേൾഡ് കപ്പിൽ സഞ്ജുവിൻ്റെ പ്രതീക്ഷിക്കാം നമുക്ക് ടീം. IPL നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും വെല്ലുവിളി കൊടുക്കുന്നൊരു ടീമാണ്. MS ധോനി എന്നുള്ളൊരു വ്യക്തി അവിടെ ഉള്ളിടത്തോളം അവരെപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഹാർദിക് പാണ്ഡ്യ അവിടുന്ന് മാറിയപ്പോൾ തീർച്ചയായിട്ടും അല്പം ഒരു വീക്ക്നെസ് അവിടെ സംഭവിക്കും. പക്ഷേ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയുടെ കോമ്പിനേഷൻ എങ്ങനെ വർക്കാവും, അവരൊരു നല്ലൊരു രീതിയിൽ ആ ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് ഈ വർഷം നല്ലൊരു വെല്ലുവിളി കൊണ്ടുവരാൻ കഴിയും. ഈ പ്ലെയേഴ്സ് അത്രയും ക്വാളിറ്റി ഉണ്ടായത് കൊണ്ടാണല്ലോ ആ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ആ ടീമിൽ ഗുണം ചെയ്യും. പക്ഷേ അത്രയും കാശ് കൊടുത്താൽ അത്രയും പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയല്ല. പക്ഷേ അവരൊരു ഓവറോൾ എന്ത് വാല്യൂ ആണ് ടീമിന് കൊണ്ടുവരുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് തന്നെയാണ്, പെർഫോമൻസാണ് നമുക്ക് മെയിനായിട്ട് കാറ്റഗറി. നമുക്ക് ഒരു സയ്യദ് മുസ്താഖ് അലി കളിക്കുമ്പോൾ എത്ര പേര് സയ്യദ് മുസ്താഖ് അലി കേരളത്തിന് വേണ്ടി ജയിപ്പിക്കുന്നുണ്ട്. നമ്മുടെ താരങ്ങൾ റോഹൻ കുന്നുമേലായാലും വിഷ്ണു വിനോദ് ആയാലും ഒരു മുഹമ്മദ് അസ്രുദ്ദീൻ ആയാലും ബേസിൽ തമ്പി ആയാലും
സഞ്ജു ആയാലും സച്ചിൻ ബേബി ആയാലും എത്ര കളികൾ കേരളത്തിന് വേണ്ടി അവർ തനിയെ ജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഓരോ IPL ഫ്രാഞ്ചൈസും നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്ലെയേഴ്സ് IPL വരേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിന് വേണ്ടി കളിക്കുന്ന ഒരു 90% പ്ലെയേഴ്സും IPL സ്റ്റാൻഡേർഡുള്ള പ്ലെയേഴ്സാണ്. പക്ഷേ അവിടെ ചോദ്യം വരുന്ന പെർഫോമൻസാണ്. അവർ ഈ ആഭ്യന്തര ടൂർണമെൻറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. എനിക്ക് ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ സെലക്ഷൻ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഉന്നം വെക്കുക, അതിൽ ഗോൾ സെറ്റ് ചെയ്യുക. പക്ഷേ എന്നും വേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വളർച്ചയാണ്, ഗ്രോത്താണ്. ആ മേഖലയിൽ നിങ്ങൾ കളി സംബന്ധമായും മാനസികമായും ടാക്റ്റിക്കലായിട്ടും ഫിറ്റ്നസ് സംബന്ധമായും നിങ്ങൾ ഡെയിലി വളർന്നാൽ, ആ ഗ്രോത്ത് സംഭവിച്ചാൽ ഒരു ദിവസം നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തും. പക്ഷേ ഒരിക്കലും ഒരു സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടരുത്. പ്രാക്ടീസ് തുടരുക, അധ്വാനം തുടരുക. തീർച്ചയായിട്ടും നിങ്ങൾ എത്തേണ്ട സമയത്ത്, സ്ഥലത്ത് എത്തേണ്ട സമയത്ത് എത്തും.